തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയിട്ട് 1.5 വർഷമായതോടെ പ്രതിസന്ധിയിലായി നിരവധി തൊഴിലാളികൾ. പ്രഖ്യാപിച്ച കോടിക്കണക്കിന് രൂപയുടെ പാക്കേജുകൾ നടപ്പാക്കാതിരുന്നതാണ് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള മില്ലിന് തിരിച്ചടിയായത്. വടക്കാഞ്ചേരി വിരിപ്പാക്കത്ത് ദശാബ്ദങ്ങളോളം വിജയകരമായി പ്രവർത്തിച്ചതിന് ശേഷമാണ് തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ല് പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തുന്നത്. പ്രധാന അസംസ്കൃത വസ്തുവായ പഞ്ഞിയുടെ ലഭ്യതക്കുറവ്, കാലപ്പഴക്കം ചെന്ന യന്ത്രങ്ങൾ, ഉൽപാദനത്തിലുണ്ടായ ഇടിവ്, നൂലുകളുടെ ഗുണനിലവാരത്തിലെ പോരായ്മ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ മില്ലിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു. ഇത് NCDC ഫണ്ട് ഉണ്ടല്ലോ, 35 കോടി രൂപയുണ്ട്, 33 കോടി രൂപ അതിവിടെ കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട്. ഈ NCDC ഫണ്ട് ആലപ്പി മില്ലിന് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഓടിച്ച് ഭംഗിയായി കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ MD ആണ് ആലപ്പി മില്ലിൻ്റെ GM ശ്രീകുമാർ. അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും കാശ് ഇവിടെ കിട്ടിയിട്ട് തികഞ്ഞ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. ഇത് തോന്നിയ മാതിരി ഇവിടെ ഗുണങ്ങൾ തൂർത്തു, സിമെൻറ്റ് ഇത് തൂർത്തു, പെയിൻ്റ് അടിച്ചു, ഒരുപാട് കാശ് അനാവശ്യമായി വേസ്റ്റായി പോയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും 35 കോടി രൂപ മെഷീനറികൾ ഉള്ളിൽ കിടക്കുക, പുതിയത് പാക്കറ്റ് പൊട്ടിക്കാണ്ട്. അപ്പോൾ തികഞ്ഞ അനാസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഒരു അന്വേഷണ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ഇതിനോടകം മില്ലിനായി ചിലവഴിച്ചു. എന്നിട്ടും നഷ്ടത്തിലായ തൃശൂർ സഹകരണ മില്ല് 1.5 വർഷം മുൻപാണ് അടച്ചുപൂട്ടിയത്. ഇതോടെ ഇവിടെ ജോലി ചെയ്തിരുന്ന 300-ലധികം പേരാണ് തൊഴിൽ രഹിതരായത്. അത് ഫണ്ട് 3 തവണ പാസ്സായിട്ടുള്ളതാണ്. 3 കൊല്ലമായിട്ട് 1.5 കോടി, 1.70, 1.60 ഒക്കെ വെച്ച് 3 ഫണ്ട് പാസ്സായിട്ടുണ്ട്. ഈ 3 ഫണ്ടും റിലീസ് ചെയ്യാൻ MLA നിയമസഭയിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് ഓടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഹൈക്കോടതിയിലൊരു കേസ് പെൻഡിങ് ഉണ്ട് PFൻ്റെ. ഇതിൽ 300 പേര് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന 160 പേര് ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ ഓരോരോ തൊഴിലാളികൾ, മാക്സിമം തൊഴിലാളികൾ ഇവിടെ സാറേ 30 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടാവുന്ന പണി സെക്യൂരിറ്റി പണിയാണ്. പലരും സെക്യൂരിറ്റി പണി, പിന്നെ കടകളിൽ പോവുക, ലോട്ടറി കച്ചവടമായിട്ട് ആരും പോയിട്ടില്ല. പിന്നെ ചിലർ വൈഫിന് ജോലിയുണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. തൊഴിലാളി സമരത്തെ തുടർന്ന് വിവിധ സമയങ്ങളിലായി സ്ഥാപനം വീണ്ടും തുറക്കുന്നതിന് പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിവിധ ഘട്ടങ്ങളിലായി സർക്കാരുകൾ നടത്തിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പായില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. തൊഴിലാളികളും ജീവനക്കാരും സമരം ചെയ്തു മടുത്തു. എന്നിട്ടും അടഞ്ഞു തന്നെ കിടക്കുകയാണ് തൃശൂർ കോർപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ. തുറന്നു പ്രവർത്തിക്കണമെങ്കിൽ സർക്കാരും വ്യവസായ വകുപ്പും തീരുമാനിക്കണം. പക്ഷേ എന്ന് ആ തീരുമാനമുണ്ടാകുമെന്നാണ് ആർക്കും അറിയാത്തത്. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.